തങ്ങളെ ആക്രമിച്ച സ്ഥലത്തു നിന്നു തന്നെ ഇസ്രയേലിനെ തിരിച്ചടിച്ച ഹൂത്തികൾ. ഇസ്രയേലിനെ ലക്ഷ്യമിട്ട ഹൂത്തികൾ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. തിങ്കളാഴ്ച വൈകുന്നേരം അമേരിക്കയുടെയും UK-യുടെയും സൈന്യം ഹൊദൈദയുടെ തെക്കൻ ഭാഗത്ത് ബോംബുകൾ വർഷിച്ചിരുന്നു. എന്നാൽ അമേരിക്ക ആക്രമണം നടത്തിയ അതേ പ്രദേശത്തു നിന്ന് തന്നെ ഇസ്രയേൽ ആക്രമണം നടത്തിയ ഹൂത്തികൾ. ടെൽ അവീവ്, റുഹുവത്ത്, റിഷോൺ, ബെയ്ത്ത് ഷമീഷ തുടങ്ങിയ എല്ലാ ഇസ്രയേലി മേഖലകളിലും സൈറൻ മുഴങ്ങി. ബെൻ ഹൂരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമാക്കിയാണ് മിസൈലുകൾ പാഞ്ഞത്. മണിക്കൂറുകളോളം എയർപോർട്ടിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. ജനങ്ങൾ കൂട്ടത്തോടെ ബങ്കറുകളിൽ അഭയം പ്രാപിച്ചു. മേഗൻ ഡേവിഡ് ആദം ആംബുലൻസ് സർവീസ് പറഞ്ഞത് ബോംബ് ഷെൽട്ടറുകളിലേക്കുള്ള ഓട്ടത്തിനിടയിൽ പരിക്കുകൾ പറ്റി നിരവധി പേർ ആശുപത്രിയിലായെന്നാണ്. ഭൂരിഭാഗം ഇസ്രയേലികളും രാത്രി കഴിച്ചുകൂട്ടിയത് ബോംബ് ഷെൽട്ടറിനുള്ളിലാണ്. കഴിഞ്ഞ ദിവസം ഹൂതികൾ പ്രതിജ്ഞ എടുത്തിരുന്നത് ഗസയിലെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോൾ സയനിസ്റ്റുകളെ ഉറങ്ങാൻ അനുവദിക്കില്ല എന്നാണ്. ഇസ്രയേലിലുടനീളം ഹൂത്തി ആക്രമണം ഉണ്ടാകുമോ എന്ന് ജനങ്ങൾ ഭയചകിതരാണ്. അമേരിക്കയും UK-യും കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് കൂടാതെ ഇസ്രയേൽ സൈന്യവും യമന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ ഹൂത്തികൾ ഇപ്പോഴും ഇസ്രയേലിന് നേർക്ക് ബാലിസ്റ്റിക് ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഹൂത്തികൾ ഇസ്രയേലികൾക്ക് ഓരോ ദിവസവും ഉറക്കമില്ലാ രാത്രികൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി ഹൂതികൾക്കും ഹമാസിന്റെയും ഹെസ്ബുള്ളയുടെയും ഗതി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി.